പൂജ, നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ഈ 10 മാസം പ്രായമുള്ള കുഞ്ഞിന് ഈ അവയവദാനത്തെ കുറിച്ചോ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ചോ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരുവിധമായ ബോധ്യങ്ങളും തിരിച്ചറിവുകളും ഇല്ലാത്ത പ്രായമാണ് ആലിൻ്റെത്. പക്ഷേ അവളുടെ മരണത്തിലും അല്ലെങ്കിൽ ആ മരണം സംഭവിച്ച ശേഷം കുടുംബം എടുത്തൊരു വലിയ തീരുമാനം. കാരണം കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരളത്തിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട് ഈ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളും അതിനെതിരായിട്ടൊക്കെയുള്ള ചില പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം മസ്തിഷ്ക മരണമൊക്കെ സംഭവിക്കുന്നത് ചില ആശുപത്രികൾ ബോധപൂർവമായി വരുത്തുന്ന രീതിയിലുള്ള ചില സിനിമകളിലൊക്കെ മറ്റും അതിന്റെ പരാമർശവും ഒക്കെ വന്നതിന് ശേഷം ആളുകൾക്കൊരു ആശങ്കയും സംശയവും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ശരിയായ രീതിയിലാണോ നടക്കുന്നത്, അല്ലെങ്കിൽ ഇത് ആളുകൾക്ക് മസ്തിഷ്ക മരണം സംഭവിച്ച് അവരെ ഒരു കൊലപാതകത്തിലേക്ക് കടത്തിവിടുന്ന അത്തരത്തിലൊക്കെയുള്ള സംശയങ്ങൾ ആളുകൾക്കിടയിൽ, അല്ലെങ്കിൽ ചില ആളുകൾക്കിടയിലെങ്കിലും നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടി ആ കുടുംബം മുന്നോട്ട് വരുന്നത്. അതിന്റെ അച്ഛന്റെ അച്ഛൻ പൊതുപ്രവർത്തകൻ, അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, മാധ്യമപ്രവർത്തകരാണ്. അദ്ദേഹത്തിനോട് നമ്മൾ ചോദിച്ചു, ചേട്ടന്റെ ഒരു ആശയമായിരുന്നു. അല്ല, എനിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എങ്ങനെയാണ് മകനോട് പറയുക എന്ന് എനിക്കറിയില്ലായിരുന്നു. മകനാണ് മുന്നോട്ട് വന്നത്. അച്ഛാ, നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ എന്താ എന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സങ്കടത്തിനിടയിലും ഒരു 10 മാസം മാത്രം പ്രായമുള്ള സ്വന്തം മകളുടെ ഒരു അവയവങ്ങൾ ദാനം ചെയ്യാൻ ആ ഒരു വിഷമഘട്ടത്തിലും അവർക്കൊരു ധീരമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയെന്ന ആ കുടുംബത്തിനെ, അല്ലെങ്കിൽ അതിന്റെ അച്ഛനും അമ്മയുമാണ് സത്യത്തിൽ നമ്മൾ ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത്. ആ അച്ഛനും അമ്മയും ആ മൃതദേഹത്തിന്റെ തലയ്ക്ക് തന്നെ ഇരിപ്പുണ്ട്. അവർക്ക് ഒരു മകൾ നഷ്ടപ്പെട്ടു പോകുന്ന ചില ആളുകൾ പറയും, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ മക്കൾ മരിച്ചു പോവുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനാകരമായ കാര്യമെന്ന് അങ്ങനെ അനുഭവമുള്ള ആളുകൾ പറയും. കാരണം ഈ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ മുതൽ അതിന്റെ വളർച്ചയുടെ പല ഘട്ടങ്ങൾ നമ്മളുടെ അച്ഛന്റെയും അമ്മയുടെയും കണ്ണിലൂടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് എത്രത്തോളം നമ്മൾക്ക് ആ കുഞ്ഞിനോട് അടുപ്പം ഉണ്ടാകും, ആ കുഞ്ഞ് എത്രത്തോളം നമ്മൾ ആ കുഞ്ഞുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുമെന്ന് ആ അവസ്ഥയിലൂടെ കടന്നുപോയ ആളുകൾക്കെല്ലാം മനസ്സിലാവും. അപ്പൊ സ്വാഭാവികമായിട്ട് തന്നെ ആ മരണത്തിലും ആ കുഞ്ഞിന്റെ ആദ്യ കുഞ്ഞാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അതിനോട് കുറച്ചുകൂടി നമുക്ക് മാനസികമായ ഒരു അടുപ്പവും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഒക്കെ കൂടുതലായിരിക്കും. ആ ഘട്ടത്തിൽ പോലും അവയവം ദാനം ചെയ്യാൻ വേണ്ടിയുള്ളൊരു ധീരമായ തീരുമാനം ആ കുടുംബം എടുത്തതോടുകൂടി ഒരു പക്ഷേ ഒരു അപകട മരണമായി ഒരു പത്രത്തിലോ അല്ലെങ്കിൽ ചാനലിൽ ഒരു 2 വരി ഫ്ലാഷിലോ അവസാനിക്കേണ്ട ഒരു മരണമായിരുന്നു ആളുടേത്. പക്ഷേ അവളുടെ അച്ഛനും അമ്മയും എടുത്തൊരു ധീരമായ നിലപാടിലൂടെ ലോകം മുഴുവൻ അവളുടെ മരണത്തിൽ ദുഃഖിക്കുന്നു, ലോകം മുഴുവൻ അവളുടെ ശവസംസ്കാര ചടങ്ങുകൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരുപാട് ആളുകൾ അവളെ അവസാനമായി ഇതുവരെ യാതൊരുമായി പരിചയമോ ബന്ധമോ ഈ കുടുംബവുമായി ഒന്നും ഒരു രീതിയിലും ഒരു ഘട്ടത്തിലും ഒരു തവണ പോലും സംസാരിക്കാത്ത ആളുകൾ പോലും അവളെ അവസാനമായി ഒരു നോക്ക് കണ്ട് ആദരാഞ്ജലി അർപ്പിക്കണം എന്ന തരത്തിലേക്ക്, അതിന്റെ ഒരു വൈകാരികമായ തലത്തിലേക്ക് അത് മാറ്റപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായി തന്നെ ധാരാളം ആളുകൾ, ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് ധാരാളം ആളുകൾ പക്ഷേ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തും. അരമണിക്കൂറാണ് ഇവിടെ മോർച്ചറിക്ക് അടുത്തുള്ള ഹാളിൽ, ഇവിടെ ഒരു പള്ളിയുണ്ട്, മിഷൻ ഹോസ്പിറ്റലൊക്കെ ചേർന്നുള്ളൊരു വലിയൊരു ധാരാളം സ്ഥാപനങ്ങളുള്ളൊരു ഇടം കൂടിയാണ്. ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പുറത്ത് പള്ളിയിൽ ആളുകളൊക്കെ സ്വാഭാവികമായിട്ട് തന്നെ എത്തുന്നു. അവരൊക്കെ ഇവിടേക്ക് എത്തി കുഞ്ഞിന് അന്ത്യാഞ്ജലി അർപ്പിച്ചാണ് മടങ്ങുന്നത്. രഘുനാഥ് നാരായണാണ് കാര്യങ്ങൾ പറയുന്നത്. നമ്മളിൽ ഒരാളാണ് വിട വാങ്ങുന്നത് എന്നുള്ള ബോധ്യമാണിപ്പോൾ കേരളത്തിനുള്ളത്. അപകടം സംഭവിക്കുന്നു, ഒരു കുഞ്ഞു ജീവൻ നഷ്ടമാകുന്നു. പക്ഷേ ആ ജീവൻ ഇപ്പോഴും ഭൂമിയിലുണ്ട്. കാരണം ആ കുടുംബം എടുത്ത ധീരമായ നിലപാടിലൂടെ 5 പേർക്കാണ് പുതുജീവൻ ഏകുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമുണ്ട്. ആലിൽ നിന്നും സ്വീകരിച്ച അവയവങ്ങൾ നിലവിൽ 2 കുഞ്ഞുങ്ങൾക്ക് നൽകാൻ സാധിച്ചു. ആ ഒരു വലിയ ദൗത്യം നമ്മൾ കണ്ടതാണ്. ആ കുഞ്ഞുങ്ങളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ള വിവരമാണ് ആശുപത്രി അധികൃതരിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ആലൻ ഷെറിൻ എബ്രഹാം എന്ന കുരുന്നിന്റെ വിയോഗം ഏറെ വേദനയുണ്ടാക്കുന്നതാണ്. എത്രയും പ്രിയപ്പെട്ട കുഞ്ഞ് വേർപിരിഞ്ഞതിന്റെ തീരാ നോവിനിടയിലും അവളുടെ അവയവങ്ങൾ ദാനം ചെയ്യാനായി മുന്നോട്ട് വന്ന ആലിന്റെ മാതാപിതാക്കളുടെ തീരുമാനം മഹത്തരമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത്. ആ തീവ്രമായ ദുഃഖത്തിനിടയിലും ആ കുടുംബം സ്വീകരിച്ച നിലപാട് തുടക്കത്തിൽ തന്നെ ആരോഗ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. അതിനുശേഷം കണ്ട ആ വലിയ ദൗത്യം നമ്മൾ ഓരോരുത്തരും അതിന് വഴിയൊരുക്കാൻ, നമ്മൾ ഓരോരുത്തരും അതിന് കാരണമായിരുന്നു. മാധ്യമങ്ങളോടെ തന്നെയും ഈ വിവരമറിഞ്ഞ് കേരളം ഒപ്പമുണ്ടായിരുന്നു ആ കാഴ്ചയിൽ. ഏറ്റവും ഒടുവിൽ ആ കുഞ്ഞിൻ്റെ
വിടവാങ്ങൽ സമയമാണ് എങ്കിൽ പോലും കേരളം ഒന്നാകെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ നടപടിക്രമങ്ങളും ഇതാ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ തന്നെ വലിയൊരു ആൾക്കൂട്ടമുണ്ട്. ഞായറാഴ്ച ദിവസം കൂടിയാണ് എങ്കിൽ പോലും ഇന്നത്തെ അവധി ദിവസമല്ല എങ്കിൽ പോലും ആ കുഞ്ഞിനോടൊപ്പം ചേരാനായിട്ട് അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടി നിരവധി ആളുകൾ ഒഴുകിയെത്തും എന്നുള്ളതാണ്